ഹലോ ExcelMcr വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതട്ടെ. ഇന്ന് നമ്മുടെ ടൈറ്റിൽ സബ്ജക്റ്റ് എന്താ? എക്സൽ വർക്ക് ഷീറ്റ് ഡാറ്റ ഫിൽട്ടർ ബൈ കോംബോബോക്സ് എക്സൽ VBA. ഫിൽട്ടർ നിങ്ങൾക്കറിയാമായിരിക്കും. ഉദാഹരണത്തിന് കോളം എ സെലക്ട് ഡാറ്റ ഫിൽട്ടർ. കസ്റ്റമർ ഒന്നുകൊണ്ട് ഫിൽട്ടർ ചെയ്താൽ ഓക്കെ, ഓൺലി കസ്റ്റമർ 1 ഇവിടെ ഡിസ്പ്ലേ ആവും. ഇത് നമുക്ക് VBA വഴിയായിട്ട് എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. ഇനി ഇവിടെ ഫിൽട്ടർ ഡിസേബിൾ ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി ഡെവലപ്പർ ഇൻസേർട്ട് ActiveX കൺട്രോൾ ഫോമിൽ ആദ്യമായിട്ട് കമാൻഡ് ബട്ടൺ എടുക്കുക. ഓക്കെ, അതിനുശേഷം എന്താ ഇൻസേർട്ട് കോംബോ ബോക്സ് വേണം. കോംബോ ബോക്സ്. ഓക്കെ, അതിനുശേഷം ലേബിൾ വേണം. ഓക്കെ, ലേബിൾ. ഓക്കെ, ഇനി നമുക്ക് പ്രോപ്പർട്ടി വിൻഡോ പോകാം. പ്രോപ്പർട്ടി വിൻഡോ ലേബിളിന് ക്യാപ്ഷൻ എന്ന് കൊടുക്കും, ടോട്ടൽ എന്ന് കൊടുക്കുക. ടോട്ടൽ. ബോർഡർ സ്റ്റൈൽ സിംഗിൾ കൊടുക്കുക. ബാക്ക് കളർ എന്താ കൊടുക്കേണ്ടത്? ബാക്ക് കളർ ഗ്രീൻ കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് കോംബോ ബോക്സ്. ബോർഡർ സ്റ്റൈൽ സിംഗിൾ കൊടുക്കുക. അതിനുശേഷം ഓക്കെ, അതിനുശേഷം ലീസ്റ്റ് ഫിൽ റേഞ്ച് ഷീറ്റ് 1 എക്സ്ക്ലമേഷൻ മാർക്ക് A2 മുതൽ കോളൻ A7. ഓക്കെ, ഇനി ഒന്ന് കോംബോ ബോക്സ് ചെക്ക് ചെയ്യാൻ നമുക്ക് ഡിസൈൻ മോഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ, കസ്റ്റമർ 1 2 3 4 5 6. ഇവിടെ നമുക്ക് 6 കസ്റ്റമറുള്ളത്. ബാക്കിയെല്ലാം മൾട്ടിപ്പിളാണ്, ഡ്യൂപ്ലിക്കേറ്റാണ്. യൂണിക്കായിട്ട് 6 കസ്റ്റമർ. ഇനി കമാൻഡ് ബട്ടൺ പ്രോപ്പർട്ടി വിൻഡോ ബാക്ക് കളർ ഡാർക്ക് യെല്ലോ കൊടുക്കുക. ഓക്കെ, ക്യാപ്ഷൻ എന്ന് കൊടുക്കും റീസ്റ്റോർ. ഓക്കെ, ഇനി കോംബോ ബോക്സ് ഡബിൾ ക്ലിക്ക് ചേഞ്ച് മോഡിലുള്ള ഷീറ്റ് 1 ഡോട്ട് റേഞ്ച് ഡബിൾ കോഡ് A1 അല്ല A2. A2 ഡോട്ട് ആട്ടോ ഫിൽട്ടർ. ഫീൽഡ് ഏതാ? ഫീൽഡ് കോളൻ ഈക്വൽ 1 കോമ ക്രൈറ്റീരിയ 1 കോളൻ ഈക്വൽ മീ ഡോട്ട് കോംബോ ബോക്സ് 1. ഓക്കെ, ഈക്വൽ 1 ക്രൈറ്റീരിയ 1. ഡെവലപ്പർ ഓക്കെ, ഡിസൈൻ മോഡ് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ആക്റ്റീവ് മോഡായി. കസ്റ്റമർ 2. ഓക്കെ, ഇവിടെ നിന്നാണ് ഡിബഗ് കാണിക്കുന്നത്. ഇവിടെ ടൈപ്പ് ചെയ്യണം ഓൺ എറർ റീസ്യൂം നെക്സ്റ്റ്. എറർ കാണിച്ചാൽ നെക്സ്റ്റ് ജമ്പ് ആയിക്കോളാം. ഓക്കെ, കസ്റ്റമർ 2. അതിനുശേഷം പിന്നെ എന്നാ കസ്റ്റമർ 1. ശേഷം കസ്റ്റമർ 6 സെലക്ട് ചെയ്യുക. കസ്റ്റമർ 6. കസ്റ്റമർ 4. നമുക്കിതൊന്ന് റീസ്റ്റോർ ചെയ്യണം. അതിനെന്ത് വേണം? ഡിസൈൻ മോഡ് കമാൻഡ് ബട്ടൺ ഡബിൾ ക്ലിക്ക്
sheet 1 dot show all data. Okay. New restore ആക്കാം. ഓക്കെ, റീസ്റ്റോർ ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിനുള്ള ലേബിൾ എന്ത് ചെയ്യണം? ഡെവലപ്പർ ടാബ്, ഡിസൈൻ മോഡ്, കോംബോ ബോക്സ്, ഡബിൾ ക്ലിക്ക്. ഇനി ഐ ആസ് ലോങ്, അതിനുശേഷം ഡിം സൺ ആസ് ഡബിൾ. ഈ ഡബിൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും. ഡിസമില 2.4, 1.4, 1.35 പോലുള്ള സംഖ്യ വരുമ്പം അതിന് വേരിയബിൾ എടുക്കണമെങ്കിൽ ഡബിൾ എടുക്കണം. ഇനി ഫോർ ഐ ഈക്വൽ 2 ഒന്നാമത്തെ റോയിൽ ഹെഡറാണ്, അത് നമുക്ക് വേണ്ട. ഇവിടെ അങ്ങനെ തന്നെ ഉള്ളത് നോക്കാം. ഓക്കെ, സെയിം 2 sheet 1 dot range ഡബിൾ കോഡ് എ 10,00,000 ഡോട്ട് എൻഡ് എക്സൽ അപ്പ് ഡോട്ട് റോ. ഓക്കെ, ഇനി ഈ 5 കണ്ടീഷൻ എന്ന ഷീറ്റ് 1 ഡോട്ട് സെൽസ് ഐ കോമ എ, അതായത് നെയിം ഈക്വൽ CSTR എന്തിനാണ് ഉപയോഗിക്കുന്നത്? മേ ഡോട്ട് കോംബോ ബോക്സ്. ടെസ്റ്റിന് വേണ്ടിയിട്ട് CSTR ഉപയോഗിക്കും. നമ്പർ വാല്യൂ എങ്കിലോ വാൾ. ദെൻ ഈ കണ്ടീഷൻ ട്രൂ ആയിട്ട് വന്ന് എന്ത് ചെയ്യണം? സം ഈക്വൽസ് സം പ്ലസ് എന്നാ സമയമുണ്ട് ഷീറ്റ് 1 ഡോട്ട് സെൽസ് ഐ കോമ ഡി. എമൗണ്ട് കിടക്കുന്ന ഡി കോളത്തിലാണ്. എൻഡ് ഇഫ്. ഓക്കെ, ലൂപ്പ് എടുത്തിന്. ഓക്കെ, നെക്സ്റ്റ് ഐ. അതിനുശേഷം ഈ സം എന്ത് ചെയ്യണം? ലേബിളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? മീ ഡോട്ട് ലേബൽ 1 ഡോട്ട് ക്യാപ്ഷൻ ഈക്വൽ ഒരു ടൈറ്റിൽ കൊടുക്കുക. TOTAL സ്പേസ് ഒരു കോളൻ ആയിക്കോട്ടെ. ആൻഡ് ഫോർമാറ്റ് എന്ത് ഫോർമാറ്റ് ചെയ്യണം? സമ്മിന് കോമ ###5 ഡോട്ട് 00. ഓക്കെ, കോഡ് ചെക്ക് ചെയ്യാം. സം ഈക്വൽ ഉള്ളത് സം ഇവിടെ സം പ്ലസ് ആവേണ്ട. ഓക്കെ, ചെക്ക് ചെയ്യാം. ഓക്കെ, കസ്റ്റമർ 2 25,085. 27,941. ഓക്കെ, ഇത് കുറച്ച് സ്പേസ് ഇവിടെയും വേണം. ഇനി കസ്റ്റമർ 2 എത്രയാണ്? 25,085. ഈ എമൗണ്ട് കറക്റ്റാന്ന് നോക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യും? റീസ്റ്റോർ ചെയ്യാം. കസ്റ്റമർ 1 29,298. ഓക്കെ, ഈക്വൽ സം ഇഫ് റേഞ്ച് ഏതാ? കോളം എ കോമ ക്രൈറ്റീരിയ ഏതാ? കസ്റ്റമർ 1 അല്ലേ? ഓക്കെ, സം റേഞ്ച് ഏതാ? കോളം ഡി ബ്രാക്കറ്റ് ക്ലോസ് 29,292. ഓക്കെ, കറക്റ്റ്. ഇനി ഇതിന് താഴെ എന്ത് ചെയ്യണം? ടോട്ടൽ കൗണ്ട് വേണം. എത്ര ട്രാൻസാക്ഷനാണ്? ഉദാഹരണത്തിന് കസ്റ്റമർ 3 ടോട്ടൽ എമൗണ്ട് ഇത്. ഓക്കെ, ഇനി എത്ര ട്രാൻസാക്ഷനാണ് ഉള്ളത് അത് നോക്കണം. അതിന് വേണ്ടി ഡെവലപ്പർ ടാബ്, കോംബോ ബോക്സ് ചേഞ്ച് തന്നെ. ഓക്കെ,
ദെൻ എന്ത് ചെയ്യണം, CND ഈക്വൽ CND +1 കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, ആൻഡ് VBLF ആൻഡ് അതിൻ്റെ തൊട്ട് താഴെ ടോട്ടൽ COUNT ടോട്ടൽ കൗണ്ട് ഡബിൾ കോഡ് കോളൻ ആയിക്കോട്ടെ. ഓക്കെ, CNTക്ക് ഒരു വേരിയബിൾ കൊടുക്കുക ആൻഡ് CNT. ഇങ്ങനെ CNTക്ക് നമുക്കൊരു വേരിയബിൾ എടുക്കുക, dim CNT ആസ് ഇൻറ്റീജർ. CNT ഞാൻ ഉദ്ദേശിക്കുന്നത് കൗണ്ട്. ഓക്കെ, ഇൻറ്റീജർ. VBLF നെക്സ്റ്റ് ടാബ് അതായത് നെക്സ്റ്റ് ലൈനിന് വേണ്ടി VBLF ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. മുമ്പത്തെ വീഡിയോ 1-2 വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കസ്റ്റമർ 5 ഈക്വൽ വരുന്നു, CNT ഈക്വൽ. ഓക്കെ, കസ്റ്റമർ 4 ടോട്ടൽ കൗണ്ട് 17. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. ഓക്കെ, കറക്റ്റ്. ഇനി കസ്റ്റമർ 2 അതും 17 തന്നെ. കസ്റ്റമർ 5 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. ഇനി റീസ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇനി കസ്റ്റമർ 1 എത്ര നോക്കുക. കസ്റ്റമർ 1 20 ഓക്കെ, 20 കൗണ്ട് 43,541. കസ്റ്റമർ 2 16. കസ്റ്റമർ 3 16 തന്നെ. കസ്റ്റമർ 5 17. കസ്റ്റമർ 6 16. റീസ്റ്റാർ. ഓക്കെ, 20. കസ്റ്റമർ 1 20 ഉണ്ട്. ഇതോടുകൂടി വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.